അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത് മാർവലിന്റെ ഡിഫൻഡേഴ്സ് സാഗയെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഇൻഫിനിറ്റി സാഗയുണ്ട്, അതുപോലെ തന്നെ മൾട്ടിവേഴ്സ് സാഗയുണ്ട്, അങ്ങനെ ഒരുപാട് എണ്ണമുണ്ട്. അപ്പൊ ഈ ഇൻഫിനിറ്റി സാഗ നടക്കുന്ന സമയത്ത് സെയിം സമയത്ത് തന്നെയാണ് നമ്മുടെ ഡിഫൻഡേഴ്സ് സാഗ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ആവഞ്ചേഴ്സ് വലിയ വലിയ വില്ലന്മാരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ട്രീറ്റ് ലെവൽ ഹീറോസ് ആയ ഈ ഡെയർ ഡെവിൾ, അയൺ ഫേസ്, ലൂക്ക് കേജ്, അതുപോലെ തന്നെ ജെസിക്ക ജോൺസ്, പണിഷർ, ഇവർ ക്യാരക്ടേഴ്സ് ആണ് ഡിഫൻഡേഴ്സിന് മെയിൻ ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് ഇവർ 4 പേരാണ് വരുന്നത്, പണിഷർ ഇല്ല, എന്നാലും ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സീരീസ് കാണുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിപ്പോ എന്തായാലും കണ്ടു നോക്കാം. ഭയങ്കര വയലൻസ് ആണ്, ഫുള്ള് വയലൻസ്, ഭയങ്കര ഇടിയും മൊത്തം കൊത്തും അങ്ങനത്തെ ഒരു ടൈപ്പ് സീരീസ് ആണ്. നമ്മൾ ഭയങ്കര എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് ആണ്. മാർവലിലെ ഡാർക്ക് ടൈപ്പ് സീരീസ് ആണ്. ബാറ്റ്മാനൊക്കെ പോലെ ഭയങ്കര ഡാർക്ക് ലെവൽ സീരീസ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാൻ. ഞാനിപ്പോ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഡെയർ ഡെവിൾ സീസൺ 1 കാണാം, പിന്നെ ജെസിക്ക ജോൺസ് സീസൺ 1 കാണാം, ഡെയർ ഡെവിൾ സീസൺ 2 കാണാം. ഡെയർ ഡെവിൾ സീസൺ 2 പണിഷറൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഭയങ്കര രസമുള്ള സീരീസ് ആണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ലൂക്ക് കേജ് കാണാം, പിന്നെ അയൺ ഫിസ്റ്റ് കാണാം, പിന്നെയാണ് നമ്മുടെ ഡിഫൻഡേഴ്സ് സീരീസ് വരുന്നത്. ഇവരുടെ ടീമപ്പും അതൊക്കെ ഭയങ്കര രസമാണ്. ഹാൻഡൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചേർത്തുള്ള ഒരു സീരീസ് ആണ് ഡിഫൻഡേഴ്സ്. പിന്നെ അതിനുശേഷം ഇവരൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടും സെക്കൻഡ് പാർട്ടൊക്കെ അങ്ങനത്തെ രീതിയാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് പണിഷറിന്റെയാണ്. പണിഷർ സീസൺ 1 വരും, പിന്നെ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ലൂക്ക് കേജ് സീസൺ 2 വരും, പിന്നെ അയൺ ഫിസ്റ്റ് സീസൺ 2 വരും. അതിനുശേഷം പിന്നെ വരുന്നതാണ് നമ്മുടെ ഡെയർ ഡെവിൾ. ഡെയർ ഡെവിളിന്റെ ഒരു സീസൺ 3 വന്നതിന് ശേഷം പണിഷർ സീസൺ 2 വരും. പിന്നെ അതിനുശേഷം ലാസ്റ്റ് സീസണായ ജെസിക്ക ജോൺസ് സീസൺ 3 ഇവരുടെ ആ യൂണിവേഴ്സിന്റെ ഇത് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഡിസ്നിയാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. ഡിസ്നിയുടെ പിന്നെ വരുന്നത് ഡെയർ ഡെവിൾ ബോൺ അഗൈൻ സീസൺ 1 സീസൺ 2, പിന്നെ പണിഷറിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് വരുന്നത്. ബട്ട് നെറ്റ്ഫ്ലിക്സിന്റെ ഡിഫൻഡേഴ്സ് ആകെ ഇതുവരെ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ കണ്ടു നോക്കാം, ഭയങ്കര അടിപൊളിയാണ് ശരിക്കും. നമുക്ക് എന്തായാലും ഇത് കണ്ടേ പറ്റൂ. ഇനി അങ്ങോട്ട് പോകുമ്പോ എന്തായാലും മാവല് ഈ ഹീറോസിനെ എന്തായാലും ഉൾപ്പെടുത്തും. ഇപ്പൊ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് പണിഷറും ഡെയർ ഡെവിളിനെയാണ്. ബട്ട് ഇനിയും ക്യാരക്ടേഴ്സ് എന്തായാലും ഇതിനകത്ത് നിന്ന് വന്നിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിലും എന്തായാലും അഭിപ്രായം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം.